എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തവാങ്ങിലേക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു റൈഡ് പോകുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി കുറേ എപ്പിസോഡ്സായിട്ട് വീഡിയോസ് ഇറക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ റൈഡിന് ഉള്ളത് ഞാൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. രാവിലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് ബാംഗ്ലൂരിലെത്തിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഗുവാഹട്ടി സൈഡിലേക്കാണ് പോകുന്നത്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് തവാങ്, സെമിതാങ്, അതേപോലെ നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങൾ കുറച്ച് ദിവസങ്ങൾ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് നമ്മുടെ പ്ലാൻ. ബൈക്ക് നമ്മൾ ട്രെയിനിലല്ല അയച്ചത്. ട്രെയിനിൽ അയക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ട്രെയിനിൽ അയക്കാൻ കുറച്ച് ടാസ്ക്കാണ്. ട്രെയിനിൽ അയച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഒന്ന്, ബൈക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ അയക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ഗുവാഹട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇത് എടുക്കാൻ നേരത്തും കുറേ ബ്രൈബ് കാര്യങ്ങൾ, കുറേ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിൽ അയക്കാതിരുന്നത്. നമ്മൾ സേഫ് എക്സ്പ്രസ് വഴിയാണ് വണ്ടി അയച്ചേക്കുന്നത്. വണ്ടി സേഫായിട്ട് എത്തുമെന്നൊന്നും അറിയില്ല. കുറേ ബാഡ് റിവ്യൂസും നല്ല റിവ്യൂസും ഒക്കെ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈസി ആയിരുന്നു. നമ്മൾ സേഫ് എക്സ്പ്രസ്സിൻ്റെ ഓഫീസിൽ എറണാകുളത്ത് കൊണ്ട് കൊടുത്തു. 10 ദിവസം മുമ്പായിട്ടാണ് വണ്ടി കൊടുത്തത്. അപ്പോൾ അവർ 10 ദിവസം, ഇപ്പം വണ്ടി നമ്മുടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 15th ആയി ഡേറ്റ്. ഇന്ന് 15th ആണ് ഡേറ്റ്. അപ്പം നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹട്ടിയിലേക്ക് കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്നാണ് നേരെ ഗുവാഹട്ടിയിലേക്ക് പോകുന്നത്. എക്സ്പെൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് നമ്മളൊരു 15 ദിവസം മുമ്പ് ബുക്ക് ചെയ്തത് കൊണ്ട് ഒരു 10,000 റുപ്പീസ് പെർ പേഴ്സൺ റേറ്റിലാണ് വൺ സൈഡ് ഫ്ലൈറ്റ് കിട്ടിയേക്കുന്നത്. തിരിച്ചുള്ള പ്ലാൻ നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിരിച്ചുള്ള ടിക്കറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ബൈക്ക് എക്സ്പെൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ ട്രെയിനിൽ അയക്കുകയാണെങ്കിൽ ഒരു 5,000 റുപ്പീസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ബ്രൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതാണ് അവിടെ ചെന്ന് ഇനി നമുക്ക് എടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് സിറ്റുവേഷൻ. നമ്മളിപ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലില്ലെങ്കിലും നമ്മളിപ്പം നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യം. ഈ വണ്ടി അയക്കാനും ഓൾമോസ്റ്റ് സേഫ് എക്സ്പ്രസ്സിൽ അയക്കാനും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അയക്കുന്നത് പോലത്തെ പ്രൈസ് തന്നെയാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 6,000 റുപ്പീസ്. നമ്മുടെ ഇപ്പോൾ ബുള്ളറ്റും സ്ക്രാംബ്ലറും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു 8,000 റുപ്പീസ് 9,000 റുപ്പീസ് റേഞ്ച് എടുത്ത് വന്നിട്ടുണ്ട് അയക്കാൻ. സേഫ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് നമ്മുടെ വണ്ടി അയച്ചേക്കുന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ ഗുവാഹട്ടി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണേലും നമ്മുടെ ഈ റൈഡിന് നമ്മുടെ ആഷിഫ് ഉണ്ട്. എപ്പോഴും നമ്മുടെ ഇപ്പോൾ റൈഡ് ചെയ്യുന്ന ആഷിഫ് നമ്മുടെ ഇപ്പോൾ ഈ റൈഡിന് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾ ഹിമാലയൻ എക്സ്പീരിയൻസ്, നമ്മൾ പണ്ട് ഒരു 3 കൊല്ലം മുമ്പ് 2021 ഞാൻ ഹിമാലയം പോയേക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ കുറേ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ആ പരിചയമുള്ള 3 പേര് നമ്മുടെ ഇപ്പോൾ ഈ റൈഡിനുണ്ട്. ഒന്ന് അനീസിക്ക ഉണ്ട്. അനീസിക്ക അന്ന് വന്ന അതേ ബുള്ളറ്റ് 500 തന്നെയാണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ അഭിഷേക് ഉണ്ട്. അഭിഷേക് അന്ന് ഹിമാലയനിലായിരുന്നു. ഇപ്പോൾ അഭിഷേക് എക്സ്പൾസ് 210 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം ഇൻഫിനിറ്റി ഉണ്ട്. ഇബ്രാഹിം ഇൻഫിനിറ്റി അന്ന് ഹിമാലയൻ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഈ റൈഡ് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് പോയി പൈസ കൊടുത്ത് എക്സ്പൾസ് 210 എടുത്ത് ആ വണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റൈഡ് ഒരു അടിപൊളി റൈഡായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വെൽക്കം ടു ന്യൂ സീരീസ്. ഇനി ഓരോന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. തവാങ് പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ നോർത്ത് ഈസ്റ്റ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. സാധാരണ റൈഡ് പോലെയല്ല, ഇത് അത്യാവശ്യം വലിയ റൈഡാണ്. തവാങ്ങിലേക്കാണ് പോകുന്നത്. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. ലഡാക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്താ പറയുക, തവാങ്ങിലെ ആ ഒരു വീഡിയോസും ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തവാങ്ങിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്താൽ അവസാനം എന്തായാലും സ്നോഫോളും മഞ്ഞൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കണു. നമ്മൾ വണ്ടിയൊക്കെ ഓൾറെഡി നമ്മളവിടെ എത്തിയിട്ടുണ്ട്, സെറ്റാണ്. നമ്മളിപ്പോൾ നിലവിൽ ബാംഗ്ലൂരാണുള്ളത്. നമ്മളിവിടെ നിന്ന് ഇനി 12 മണിക്കാണ് ഫ്ലൈറ്റ്. ഈവനിങ് അവിടെ എത്തും. നാളെ മുതൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. എന്താ പറയുക, ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവുമെന്നൊക്കെ സംശയമുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ട്യൂട്ടൺ എടുത്തിട്ടുള്ള ആദ്യത്തെ റൈഡാണ്. ആദ്യത്തേതല്ല, ഒരു ലോങ് റൈഡാണ്. അത് 3 വർഷം മുന്നേ തന്നെ നമ്മൾ ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഹിമാലയനായിരുന്നു. ഇന്ന് ട്യൂട്ടനാണ്. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്താണ് ഒരു എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം. അപ്പോൾ നോർത്ത് ഈസ്റ്റാണ്, തവാങ്ങാണ്. വണ്ടി സേഫ് എക്സ്പ്രസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. സേഫായിട്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു. 2021 ലഡാക്ക് അടിച്ചതിന് ശേഷം ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ നോർത്ത് ഈസ്റ്റ് തവാങ്ങൊക്കെ ഇത് കോൺകർ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും പ്രാവശ്യം നടന്നു.
ഞാൻ ഒരുപാട് നാളായിട്ട് യാസിന് പുഷ് ചെയ്യുന്നതാണ്, പോവാൻ ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അവസാനം യാസിൻ പറഞ്ഞു നമുക്ക് പോയേക്കാം. അങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ആയത്. ഗുവാഹട്ടിയിലേക്ക് നിങ്ങൾ ചീപ്പറായിട്ടാണ് ട്രാവൽ ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ട്രെയിൻ നോക്കുന്നതാണ്. ട്രെയിൻ നോക്കുമ്പോൾ ഉള്ള 2 ഇഷ്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഒരു 45 ഡേയ്സ് മുന്നെങ്കിലും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് നോക്കണം, എന്നാലാണ് നമ്മൾ ആ ഡേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കൺഫേം ടിക്കറ്റായിട്ട് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 60 hours എങ്കിലും ട്രെയിനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് രണ്ടാമത്തെ കൺസേൺ. അപ്പോൾ ടൈം അത്രയും എടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫ്ലൈറ്റ് തന്നെ നോക്കുന്നതാണ്. ഫ്ലൈറ്റ് ആകുമ്പോൾ നിങ്ങൾ ഏകദേശം ഈ ടൈമിൽ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7000 തൊട്ട് 8000 ഇടയിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരാം. അതാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു സിംഗിൾ ഡേ ട്രാവലിൽ തന്നെ നിങ്ങൾക്ക് ഗുവാഹട്ടി എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ഗുവാഹട്ടി എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് നേരെ സേഫ് എക്സ്പ്രസ് ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മുടെ ബൈക്ക് കളക്ട് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. ബൈക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പോയി നോക്കാം എന്താണല്ലോ. നമ്മളങ്ങനെ സേഫ് എക്സ്പ്രസിൻ്റെ ഗോഡൗണിലെത്തിയേക്കാണ്. നമ്മുടെ വണ്ടി നമുക്ക് കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. എന്താണല്ലോ അൺബോക്സ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് പാക്കിംഗ്? എങ്ങനെയുണ്ട്? നല്ല പാക്കിങ്, നല്ല കിടലം പാക്കിങ്. നമ്മൾ ചണ്ഡീഗഡ് അന്ന് പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി വിട്ടാണ് നല്ല കിടലം പാക്കിങ്. നമ്മൾ അറിഞ്ഞിട്ടും കൂടിയില്ല. ഇങ്ങനെ തുറന്നു നോക്കും പറയാം. എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട്? എനിക്കൊന്നും തോന്നില്ല, കാരണം ടയർ മാത്രമേ പുറത്ത് കാണുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാം പാക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. 2 വണ്ടി ഒരേപോലെ തന്നെ. അങ്ങനെ നമ്മുടെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. എല്ലാം അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വണ്ടിക്ക് പേഴ്സണലി ഇല്ല. നമ്മൾ കൊടുത്തതുപോലെ തന്നെ കിട്ടി. അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു സേഫ് എക്സ്പ്രസ് നമ്മുടെ ആലുവയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. എങ്ങനെയുണ്ട് ആസിഫ്? എങ്ങനെയുണ്ട് സേഫ് എക്സ്പ്രസ് വഴിയുള്ള ട്രാൻസ്ഫർ? വണ്ടി എൻ്റെ വണ്ടിക്ക് ചെറിയ 1-2 ഡാമേജ് ഉണ്ടായിരുന്നു. അതൊരു ഡാമേജ് എന്ന് പറയാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്റർ മാത്രം ഒന്ന് പോയി. അതെ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ നല്ല സേഫായിട്ട് എത്തി. പിന്നെ വേറെ പേപ്പർ കുത്തിക്കെട്ടൊന്നും ഇല്ല. പെട്ടെന്ന് നമ്മൾ അപ്പം തന്നെ വണ്ടി അവർ റിലീസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അൺപാക്ക് ചെയ്യാനോ ഇവിടുന്നോ അങ്ങനെ എക്സ്ട്രാ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൈക്കൂലി ഒരു പൈസയും മേടിച്ചിട്ടില്ല. അവര് തന്നെ വണ്ടി ഇറക്കി തന്നു, അവര് തന്നെ എല്ലാം റെഡിയാക്കി തന്നു. അത് കൂടാതെ നമ്മുടെ ജാക്കറ്റ് പൂട്ട് കാര്യങ്ങളും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബൈക്കിന്റെ ഒപ്പം തന്നെ നമ്മൾ ജാക്കറ്റും നമ്മുടെ ബൂട്ടും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഒപ്പം തന്നെ വെച്ച് കെട്ടിയത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇവിടെ വരാൻ വേണ്ടി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എത്താൻ പറ്റി. അനീസിക്കാടെ വണ്ടിയും സെറ്റ് ആയിട്ടുണ്ട്. അനീസിക്ക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയാകും ലോറിക്കകത്ത് കൊടുത്തു വിടുന്നത്. ആദ്യമായിട്ടാണല്ലോ കൊടുത്തു വിടുന്നത്. പക്ഷേ കുറെ നെഗറ്റീവ് റിവ്യൂസും കേട്ടായിരുന്നു, കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി നശിപ്പിച്ചത് കേട്ടു. പക്ഷേ നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള ഒരു നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു. പിന്നെ നല്ല ഗ്യാരണ്ടി ഉണ്ടായിരുന്നു സെറ്റ് ആയിക്കൊണ്ട് തരുമെന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ അവർ വാക്ക് പാലിച്ചു. എന്താണല്ലോ ട്രെയിനിൽ കൊണ്ടുവരുന്നതിനേക്കാളും എത്രയോ ഭയങ്കര ഫാർ ബെറ്റർ ആണ് സാധനം. നമുക്ക് ഇപ്പൊ തലവേദന ഒരുപാട് തലവേദന ഒഴിവായിക്കോട്ടെ ഈ സാധനം ഈ സേഫ് എക്സ്പ്രസ് വഴി കൊണ്ടുപോകും. എന്തെങ്കിലും പറ്റിയോ? വണ്ടിക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? നമ്മുടെ ബാക്കിലെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഒന്ന് പൊട്ടിയിട്ടാണ്, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ സോർട്ട് ചെയ്യാം. അത് ഫേവിക്ക് ചുട്ടിയെ തീരുന്ന പരിപാടിയേ ഉള്ളൂ. ആജിഫ് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇവന്റെ നമ്പർ പ്ലേറ്റ് നേരത്തെ പൊട്ടിയായിരുന്നു. നേരത്തെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ഇളകി വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ജസ്റ്റ് പോയിട്ടുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ടോ അതോ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നുള്ള? പൊട്ടിച്ചിടാം. സോ നമ്മളിപ്പം ചങ്സരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ചങ്സരിയിലാണ് നമ്മുടെ സേഫ് എക്സ്പ്രസിൻ്റെ ഓഫീസിലുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. രാത്രി എന്നൊന്നും പറയാൻ പറ്റൂല, ഇവിടെ കുറച്ച് നേരത്തെ രാത്രിയാവും. ഒരു 5 മണിയാകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ഇരുട്ടാവുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു റൂം എടുത്തു. ഇവിടെ റൂം കുറച്ച് ബേസിക് ആയിട്ടുള്ള റൂംസ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ലീല ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ് എടുത്തത്. പക്ഷേ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. റൂംസൊന്നും കുഴപ്പമില്ല, നീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമും കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇവിടെ സേഫ് എക്സ്പ്രസ് വഴിയൊക്കെയാണ് വണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീല ലോഡ്ജ് കൺസിഡർ ചെയ്യാം. ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 4 പേരാണ് നമ്മൾ ആദ്യം ഒരു റൂമിൽ നിൽക്കാമെന്ന് കരുതിയത്. അപ്പോൾ 4 പേർക്ക് ഒരു റൂമിൽ നിൽക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് 300 റുപ്പീസ് അല്ലേ, 300 രൂപയാണ് ആയത്, 1200 രൂപ. അല്ലാണ്ട് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഒരു റൂം എടുക്കണമെങ്കിൽ പോലും 1000 രൂപയ്ക്കൊക്കെ റൂം ഇവിടെ റൈറ്റ് നൗ അവൈലബിൾ ആണ്. നമ്മൾ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് എയറൊക്കെ ചെക്ക് ചെയ്തൊന്ന് വാട്ടർ വാഷൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്.
പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുവാഹട്ടിയിൽ നിന്ന് ഒരു 20-22 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു 22 കിലോമീറ്റേഴ്സ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. നിങ്ങളൊരു ഊബർ പിടിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 700 റുപ്പീസാണ് ഊബർ ചാർജ് വരുന്നത്. എന്താണേലും നമ്മുടെ യാത്ര നാളെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. കാരണം നമുക്ക് അരുണാചലിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് പാസ് കാര്യങ്ങളൊക്കെ എടുക്കണം. എന്താണ് ആ പാസിൻ്റെ പേരെന്താണ്? ILP എന്തൊരു പാസ് ഉണ്ട്, അത് നോക്കണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡ്സിൽ ഇൻലൈൻ പെർമിറ്റ് പാസ് എടുക്കണം. അതിന് 500 റുപ്പീസ് എങ്ങാണ്ടാണ്. അപ്പോൾ പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അരുണാചൽ പ്രദേശിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം അത് ഇന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ് പ്രിപ്പറേഷൻസ്, ക്യാമറ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് തവാങ്ങിലേക്കുള്ള വഴികളും അതുപോലെ നിങ്ങൾ നോർത്ത് ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും വീഡിയോസിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ താമസിക്കേണ്ട സ്ഥലങ്ങൾ, അഫോർഡബിളായിട്ട് എവിടെ നിൽക്കാൻ പറ്റും, പോകുന്ന വഴി എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ പോയിരിക്കേണ്ട സ്ഥലങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡ്സിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഒരു തവാങ് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക്, ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.